അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ട്രീ അഡ്രസ് കോഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആൻ ഐഡന്റിഫയർ ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വാല്യൂ, അതല്ലെങ്കിൽ ഒരു ഐഡന്റിഫയർ, അതല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന രീതിക്കുള്ള കോഡുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീ അഡ്രസ് കോഡുകൾ വരിക എന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റും ട്രീ അഡ്രസ് കോഡും കാണിക്കുന്നത് ഒരു SDD യൂസ് ചെയ്തിട്ടാണ്. എന്താണ് SDD, എങ്ങനെയാണ് അത് എഴുതുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ തന്നെ ഓരോ ക്ലാസ്സുകളായിട്ട് നോക്കിയിട്ടുള്ളതായിരുന്നു. ആ ക്ലാസ്സിൻ്റെ ലിങ്കുകളെല്ലാം മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് S gives ID equal to E എന്ന ഫോമിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് ഇങ്ങനൊരു കോഡ് കാണാൻ പറ്റും. ആൻ ഐഡന്റിഫയർ ഈസ് ഈക്വൽ ടു ആൻ എക്സ്പ്രഷൻ സെമിക്കോളൻ. സോ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇതിലെ ഈ എന്ന് പറയുന്ന എക്സ്പ്രഷൻ എന്നത് നമുക്ക് വേണമെങ്കിൽ രണ്ട് എക്സ്പ്രഷന്റെ സം ആവാം, അതല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആവാം, അതല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവാം. സോ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബൈനറി ഓപ്പറേഷൻ ആവാം. അതല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ രീതിക്കുള്ള ഏതെങ്കിലും ഒരു യൂണറി ഓപ്പറേഷനും ആവാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇതേപോലെ പാരന്തസിസിൽ കൊടുത്തതും ആവാം. അതായത് വളരെ വലിയൊരു എക്സ്പ്രഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും സബ് എക്സ്പ്രഷനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ഇതേപോലെ പാരന്തസിസും യൂസ് ചെയ്തിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വേറെ ഒരു ഐഡന്റിഫയറും ആവാം. സോ ഇങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റീസും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ SDDയിൽ നമ്മൾ രണ്ട് ആട്രിബ്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, കോഡും അതേപോലെ തന്നെ ADDR അഡ്രസ്സും. ഇതിൽ എസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് കോഡ് എന്ന് പറയുന്ന ഒരേ ഒരു ആട്രിബ്യൂട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ എന്ന് പറയുന്ന എക്സ്പ്രഷന് വേണ്ടിയിട്ട് രണ്ട് ആട്രിബ്യൂട്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ADDRും ഉണ്ട്, അതേപോലെ തന്നെ കോഡും ഉണ്ട്. ഇവിടുത്തെ കോഡ് എന്ന ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രീ അഡ്രസ് കോഡാണ്. അതേപോലെ തന്നെ ADDR എന്ന് പറയുന്നത് ട്രീ അഡ്രസ് കോഡിന്റെ വൺ ഓഫ് ദ എലിമെന്റ് ആയ അഡ്രസ് ആണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടതായിരുന്നു. ഒരു ട്രീ അഡ്രസ് കോഡിന് രണ്ട് എലിമെന്റ്സ് ആണ് ഉണ്ടാവുക, അഡ്രസ്സും അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷനും. അതിൽ അഡ്രസ് ആണ് ഈ ADDR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ട്രീ അഡ്രസ് കോഡിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും വേരിയബിൾസ് ആവാം, കോൺസ്റ്റൻസ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പററി നെയിംസ് ആവാം. സോ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഈ ADDR എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ S gives ID equal to E എന്നാണ് തന്നിട്ടുള്ളത്. സോ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റിന്റെ ട്രീ അഡ്രസ് കോഡ് എന്ന് പറയുന്നത്, അതായത് S.code എന്ന് പറയുന്നത് E.code ഓർ generate top.get of id.lexeme equal to E.addr എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെ ഡബിൾ വെർട്ടിക്കൽ ബാർ കാണിച്ചിട്ടുള്ളത് ഈ ഒരു പെർട്ടിക്കുലർ കോഡും ഈ ഒരു കോഡും കൂടെ നമ്മൾ കൺകാനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇതിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ട്രീ അഡ്രസ് കോഡ് എന്ന് പറയുന്നത് E.code, അതായത് ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷന്റെ ട്രീ അഡ്രസ് കോഡ് എന്താണോ അതും പ്ലസ് ഈ ഒരു കോഡും കൂടെ ആയിരിക്കും. ഇതിൽ GEN എന്ന് പറയുന്നത് ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അത് ട്രീ അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അത് ചെയ്യുന്നത് top.get id.lexeme equal to E.addr എന്നാണ്. ഇതിൽ ടോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കിവിടെ ആവശ്യം ഈ ID എന്ന് പറയുന്ന ഐഡന്റിഫയറിലേക്ക് ഈ എക്സ്പ്രഷൻ എന്താണോ അത് അസൈൻ ചെയ്യുകയാണ്. ഈ ID എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളുടെ കമ്പൈലറിന്റെ ഓരോ ഫേസസ് കടന്നു വരുന്നതിനനുസരിച്ചിട്ട് സിമ്പിൾ ടേബിളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ സിമ്പിൾ ടേബിളിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് എവിടെയാണോ അവിടേക്കാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം അസൈൻ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ സിമ്പിൾ ടേബിളിൽ എവിടെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഉള്ളത് എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ടോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ സിമ്പിൾ ടേബിൾ ആണ്. .get എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഗെറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണോ ആ ഒരു പെർട്ടിക്കുലർ എൻട്രി നമ്മുടെ സിമ്പിൾ ടേബിൾ എവിടെയാണോ ഉള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഫിറ്റ് ചെയ്തിട്ട് കിട്ടും. സോ top.get id.lexeme എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ID എന്ന് പറയുന്ന ഐഡന്റിഫയറിന്റെ ഇൻഫർമേഷൻസ് എല്ലാം സിമ്പിൾ ടേബിളിൽ നിന്നും ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. സോ അങ്ങനെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഐഡന്റിഫയർ ഈസ് ഈക്വൽ ടു E.addr എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
സോ ഇത് രണ്ടും കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്ത് കിട്ടുന്ന കോഡായിരിക്കും നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ കോഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന എക്സ്പ്രഷന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇ ഗീവ്സ് E1 പ്ലസ് E2 എന്നതാണ്. അതായത് രണ്ട് പ്രൊഡക്ഷന്റെ സമ്മാണ് ഒരു എക്സ്പ്രഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു പെർട്ടിക്കുലർ സമ്മ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു എക്സ്പ്രഷന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ന്യൂ ടെമ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പൊ ആക്ച്വലി E1 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മളുടെ കോഡിലുണ്ട്, അതേപോലെ തന്നെ E2 എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ നമ്മുടെ കോഡിലുണ്ട്. സോ ഇങ്ങനെ ഒരു കോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 3 അഡ്രസ് കോഡിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടിരുന്നു, ഈ E1 എന്ന് പറയുന്ന എക്സ്പ്രഷനും E2 എന്ന് പറയുന്ന എക്സ്പ്രഷനും കൂടെ സമ്മ് ചെയ്ത് നമ്മളൊരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നീട് ആ ടെമ്പററി വേരിയബിൾ ആണ് നമ്മൾ ഈ ഇയിലേക്ക് അസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വളരെ വലിയൊരു എക്സ്പ്രഷൻ ആണ് ഇതേപോലെ കിട്ടുന്നത് എന്നാണെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെമ്പററി വേരിയബിൾസ് എല്ലാം ജനറേറ്റ് ചെയ്ത് അവസാനം കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് ഈ എക്സ്പ്രഷനിലേക്ക് സ്റ്റോർ ചെയ്യും. അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം ടെമ്പററി വേരിയബിൾസ് വേണോ അത്രത്തോളം ടെമ്പററി വേരിയബിൾസ് ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഈ ടെമ്പ് എന്ന് പറയുന്നത്. അതായത് E.addr എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ടെമ്പററി വേരിയബിൾസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ നെയിം വരുന്നത്. ഇനി E.code എന്ന് പറയുന്നത്, അതായത് ഇതിന്റെ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത് E1 ഡോട്ട് കോഡും E2 ഡോട്ട് കോഡും പ്ലസ് ഇത് രണ്ടും കൂടെ സമ്മ് ചെയ്ത് കിട്ടുന്ന ഒരു കോഡിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ രീതിക്കുള്ള ഒരു യൂണറി ഓപ്പറേഷൻ ആണെങ്കിൽ, അതായത് -E1 എന്നുള്ള രീതിക്കുള്ള ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ E.address എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ സബ് എക്സ്പ്രഷൻ നമ്മുടെ എക്സ്പ്രഷനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെമ്പററീസ് എല്ലാം ജനറേറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു നെയിം ആയിരിക്കും. സോ E.address ഈക്വൽ ടു ന്യൂ ടെമ്പ്. അതിനുശേഷം E.code എന്ന് പറയുന്നത് E1 ഡോട്ട് കോഡും അതേപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷന്റെ 3 അഡ്രസ് കോഡിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതേപോലെ പാരന്തസിന്റെ ഉള്ളിൽ വേറൊരു എക്സ്പ്രഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ E1ന്റെ അഡ്രസ് എന്താണോ അത് തന്നെയായിരിക്കും ഇയുടെ അഡ്രസ്, അതേപോലെ തന്നെ E1ന്റെ കോഡ് എന്താണോ അത് തന്നെയായിരിക്കും ഇയുടെയും കോഡ്. ഇനി ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഐഡന്റിഫയർ മാത്രമാണെങ്കിൽ നമുക്ക് ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ആ ഒരു പെർട്ടിക്കുലർ ഐഡന്റിഫയറിന്റെ ഇൻഫർമേഷൻ നമ്മുടെ സിമ്പിൾ ടേബിളിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് റിട്രീവ് ചെയ്ത് ഇതിലേക്ക് അസൈൻ ചെയ്യാം. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. E.address ഈക്വൽ ടു top.get of id.lexi. അതായത് ഈ ID എന്ന് പറയുന്ന ഐഡന്റിഫയറിന്റെ ഇൻഫർമേഷൻസ് സിമ്പിൾ ടേബിളിൽ നിന്നും റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണിത്. ഇനി E.codeൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാരണം ഇത് ജസ്റ്റ് ഒരു ഐഡന്റിഫയർ മാത്രമാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള 3 അഡ്രസ് കോഡ് എഴുതുന്നത്. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത ആ ഒരു SDDക്ക് ഒരു എക്സാമ്പിൾ കോഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിലൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് A ഈക്വൽ ടു B പ്ലസ് -C എന്നത്. ഇതൊരു അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ A എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയറിലേക്ക് B പ്ലസ് -C എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്താണോ അത് നമ്മൾ സ്റ്റോർ ചെയ്യും. ഇവിടെ ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷനിൽ ഒരു യൂണറി ഓപ്പറേഷനും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ബൈനറി ഓപ്പറേഷനും ഉണ്ട്. അതിലിപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഈ യൂണറി ഓപ്പറേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ E ഗീവ്സ് -E1 എന്ന രീതിക്കുള്ളൊരു പ്രൊഡക്ഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ആ ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും ആദ്യം ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്കൊരു ടെമ്പററി വേരിയബിൾ ജനറേറ്റ് ചെയ്യണം. അതാണ് നമ്മളിവിടെ ഏറ്റവും ആദ്യം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് T1. അതിനുശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് T1 ഈക്വൽ ടു -C എന്നതായിരുന്നു. സോ നമ്മളിവിടെ T1 ഈക്വൽ ടു -C എന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ തന്നിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് രണ്ട് ഐഡന്റിഫയേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഒരു എക്സ്പ്രഷനാണ്, അതായത് B പ്ലസ് -C. സോ ഇങ്ങനെ രണ്ട് എക്സ്പ്രഷന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് E ഗീവ്സ് E1 പ്ലസ് E2 എന്നതാണ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് അതിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് പുതിയൊരു ടെമ്പററി വേരിയബിൾ ഏറ്റവും ആദ്യം ജനറേറ്റ് ചെയ്യണം എന്നതായിരുന്നു. സോ അതാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് T2 എന്നത്. ആൻഡ് ദാറ്റ് T2 ഈസ് ഈക്വൽ ടു ആദ്യത്തെ എക്സ്പ്രഷന്റെയും രണ്ടാമത്തെ എക്സ്പ്രഷന്റെയും കൂടെ സമ്മ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും അവിടെ കിട്ടുക എന്നായിരുന്നു അതിന്റെ കോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് B പ്ലസ് T1 എന്നത്. ഈ T1 എന്ന് പറയുന്നത് വേറൊരു ടെമ്പററി വേരിയബിൾ ആണ്, അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് -C എന്ന എക്സ്പ്രഷൻ ആണ്.
അതിനുശേഷം നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റ് ചെയ്യാനുള്ളത് എ ഈക്വൽ ടു ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷന്റെ റിസൾട്ട് എന്നതാണ്. സോ എ ഈക്വൽ ടു ആ റിസൾട്ട് സ്റ്റോർ ചെയ്തിട്ടുള്ളത് T2 എന്ന് പറയുന്ന ടെമ്പററി വേരിയബിളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എ ഈക്വൽ ടു T2 എന്ന് കൊടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള 3 അഡ്രസ് കോഡ് എഴുതുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അറേ റിഫറൻസിന് ഇതേപോലുള്ള അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ആവുക എന്നതാണ്. ഇവിടെ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എൽഗീസ് എൽ ഓഫ് ഇ അതല്ലെങ്കിൽ ഐ ഡി ഓഫ് ഇ, ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിക്ക് എഴുതാൻ പറ്റുന്ന ഒരു അറേ റിഫറൻസ് എങ്ങനെയാണ് നമ്മൾ 3 അഡ്രസ് കോഡായിട്ട് റിപ്രസെന്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ ഇൻഡെക്സ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഒരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ നമ്മൾ 3 അഡ്രസ് കോഡ് കാണിക്കുന്നത് ട്രാൻസ്ലേഷൻ സ്കീംസ് യൂസ് ചെയ്തിട്ടാണ്. എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇൻക്രിമെന്റൽ അപ്രോച്ചിലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻക്രിമെന്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ജനറേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുകയും ഇതിനെ മുന്നേ ജനറേറ്റ് ചെയ്തിട്ടുള്ള 3 അഡ്രസ് കോഡുകളുടെ ഒപ്പം ഇതിനെയും കൂടെ അപ്പൻഡ് ചെയ്യുകയും ചെയ്യും. സോ നമുക്കൊരു വലിയ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓരോ സബ് എക്സ്പ്രഷനെയും 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുകയും അതിനൊപ്പം അതിന് മുന്നേ ജനറേറ്റ് ചെയ്തതിന്റെ എല്ലാ കോഡുകളും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടേണ്ട ആ ഒരു എക്സ്പ്രഷന്റെ റിസൾട്ടഡ് 3 അഡ്രസ് കോഡ് എന്താണോ അത് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസ് ഗീസ് ഐ ഡി ഈക്വൽ ടു ഇ എന്നതാണ്. അതായത് ഒരു ഐഡന്റിഫയർ ഇസ് ഈക്വൽ ടു ആൻ എക്സ്പ്രഷൻ എന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട അതേ സിമ്പിൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ 3 അഡ്രസ് കോഡ് എന്താണ് എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടതായിരുന്നു. സോ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ നെക്സ്റ്റ് ഒരു അറേ റെഫറൻസിന് ഒരു എക്സ്പ്രഷൻ അസൈൻ ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ. അതായത് എസ് ഗീസ് എൽ ഈക്വൽ ടു ഇ എന്നത്. ഇവിടെ ഈ എൽ എന്ന് പറയുന്ന അറേ റെഫറൻസിലേക്ക് ഈ എക്സ്പ്രഷൻ എന്താണോ അത് നമുക്ക് അസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ലേഷൻ സ്കീമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എൽ എന്ന് പറയുന്ന ഈ ഒരു നോൺ ടെർമിനലിന് വേണ്ടിയിട്ട് 2 ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അറേയും അതേപോലെ തന്നെ ADDR. ഇതിൽ ഈ അറേ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ അറേ റെഫറൻസ് നമ്മൾ സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും, അതിലേക്കുള്ള ഒരു പോയിന്ററാണ്. ADDR എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ അറേ 3 അഡ്രസ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ടെമ്പററി നെയിംസ് എന്തൊക്കെയാണോ ആ നെയിംസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ജനറേറ്റ് എൽ ഡോട്ട് അറേ ഡോട്ട് ബേസ് ഓഫ് എൽ ഡോട്ട് അഡ്രസ് ഈക്വൽ ടു ഇ ഡോട്ട് അഡ്രസ് എന്നതാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷന്റെ അഡ്രസ്, അതിന്റെ നെയിം നമ്മൾ അസൈൻ ചെയ്യേണ്ടത് നമ്മുടെ അറേയുടെ ബേസ് അഡ്രസ് എന്താണോ അതിലേക്കായിരിക്കണം. സോ ഇവിടെ ഇ ഡോട്ട് അഡ്രസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷന്റെ വാല്യൂ എന്താണോ അത് നമ്മുടെ അറേയുടെ ബേസ് അഡ്രസ്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. നമ്മളിപ്പോൾ കണ്ട പ്രൊഡക്ഷനിലെ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2 പ്രൊഡക്ഷന്റെ സം റിസൾട്ട് ആവാം, അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയർ തന്നെ ആവാം, അതല്ലെങ്കിൽ ഒരു അറേ റിഫറൻസ് ആവാം. ഒരു സിമ്പിൾ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരു എക്സ്പ്രഷൻ 2 എക്സ്പ്രഷന്റെ സം ആവുന്ന കേസും ഒരു ഐഡന്റിഫയർ തന്നെ ആവുന്ന കേസും നമ്മൾ ഇതിന് മുന്നേ കണ്ടത് തന്നെയാണ്. എന്നാൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു അറേ റിഫറൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ 3 അഡ്രസ് കോഡ് വരിക എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏറ്റവും ആദ്യം ഈ എക്സ്പ്രഷനിലേക്ക് അസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെമ്പററി വേരിയബിൾസ് എല്ലാം ഏറ്റവും ആദ്യം ജനറേറ്റ് ചെയ്യണം. സോ ഇ ഡോട്ട് അഡ്രസ് ഈസ് ഈക്വൽ ടു ന്യൂ ടെമ്പ് എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാം. അതിനുശേഷം നമ്മൾ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഇ ഡോട്ട് അഡ്രസ് എന്ന് പറയുന്നത് ഈ എൽ എന്ന് പറയുന്ന അറേ റിഫറൻസിന്റെ ബേസ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ അതെല്ലാം ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എൽ ഗീസ് ഐ ഡി ഓഫ് ഇ എന്നതാണ്. അതായത് ഒരു അറേ റിഫറൻസ് എന്ന് പറയുന്നത് ഇസ് ഓഫ് ദ ഫോം ഐ ഡി ഓഫ് ആൻ ഇൻഡെക്സ്ഡ് എക്സ്പ്രഷൻ. സോ ഇങ്ങനെയുള്ളൊരു അറേ റിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ കോഡ് സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ ഐ ഡി എന്ന് പറയുന്ന ഐഡന്റിഫയറിന്റെ ഇൻഫർമേഷൻസ് സിമ്പിൾ ടേബിളിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് അവിടേക്ക് നമുക്ക് ഈ എൽ എന്ന് പറയുന്ന അറേ റിഫറൻസ് പോയിന്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ലേഷൻ ആണ് ഏറ്റവും ആദ്യം കാണിച്ചിട്ടുള്ളത്. എൽ ഡോട്ട് അറേ, അതായത് ആ സിമ്പിൾ ടേബിളിലേക്കുള്ള പോയിന്റർ എന്ന് പറയുന്നത് ടോപ്പ് ഡോട്ട് ഗെറ്റ് ഓഫ് ഐ ഡി ഡോട്ട് ലെക്സി. അതായത് ഇപ്പോൾ കറന്റ്ലി ഉള്ള സിമ്പിൾ ടേബിളിൽ നിന്നും ഐ ഡി എന്ന് പറയുന്ന ഐഡന്റിഫയറിന്റെ ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്തിട്ട് ഇതിലേക്ക് അസൈൻ ചെയ്യുക. അതിനുശേഷം എൽ ഡോട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു എൽ ഡോട്ട് അറേ ഡോട്ട് ടൈപ്പ് ഓഫ് എലിമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്ന
ടെർമിനലിന് വേണ്ടി യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ ആട്രിബ്യൂട്ട് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ അറേയുടെ ടൈപ്പ് എന്താണോ അതാണ്. അതായത് ടൈപ്പ് ചെക്കിങ്ങിനൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു ഫാക്ടറാണിത്. സോ ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ അറേ എലിമെന്റ്സിന്റെ ടൈപ്പ് എന്താണോ അത് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് L.addr. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ടെമ്പററി വേരിയബിൾസ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കോഡായിട്ട് നമുക്ക് ആദ്യം L.addr ന്യൂ ടെമ്പ് എന്ന് കൊടുക്കാം. അതിനുശേഷം കോഡ് ജനറേറ്റ് ചെയ്യാം. കോഡ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് L.addr E.addr L.type.width എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് L.addr എന്ന് പറയുന്നത് ഇപ്പൊ കറന്റ്ലി ഉള്ള ആ എക്സ്പ്രഷന്റെ സൈസ് ഇൻറ്റു നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അറേയുടെ വിഡ്ത്ത് ആണ്. ജനറലി ഒരു അറേയുടെ വിഡ്ത്ത് നമുക്ക് ആ ഒരു അറേ ഡോട്ട് വിഡ്ത്ത് എന്ന് കൊടുത്താൽ കിട്ടും. എന്നാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അറേയുടെ ടൈപ്പും അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം എന്ത് ടൈപ്പിലാണോ നമ്മൾ അറേ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും വിഡ്ത്ത് ഉണ്ടാവുക. കാരണം ഓരോ ടൈപ്പിനും ഡിഫറെന്റ് എമൗണ്ട് ഓഫ് മെമ്മറി ആണ് ആവശ്യമായിട്ട് വരുന്നത്. സോ L.type.width. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്ഷൻ ഈസ് ഓഫ് ദ ഫോം L gives L1 of E എന്ന രീതിക്കാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കോഡ് ഉണ്ടാവുക എന്ന് നോക്കാം. അതായത് നമ്മുടെ ഇവിടുത്തെ അറേ റിഫറൻസ് എന്ന് പറയുന്നത് L of E എന്ന രീതിക്കുള്ള അറേ റിഫറൻസ് ആണ്. സോ ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ളത് സിമ്പിൾ ടേബിളിലേക്കുള്ള ഒരു പോയിന്റർ ആണ്. അതാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. L.array L1.array. അതിനുശേഷം ഈ എല്ലിന്റെ ടൈപ്പ് എന്താണെന്ന് അറിയണം. സോ L.type L1 എന്നതിന്റെ എലിമെന്റ്സിന്റെ ടൈപ്പ് എന്താണോ അത് തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 സെറ്റ് ഓഫ് ടെമ്പററീസ് ആവശ്യമായിട്ട് വരും. സോ അതിന് ആദ്യത്തെ സെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററിയാണ് T എന്ന് പറയുന്നത്. T ന്യൂ ടെമ്പർ. അതിനുശേഷം L.address അതേപോലെ തന്നെ വേറൊരു സെറ്റ് ഓഫ് ടെമ്പററീസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ T എന്നതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് നമ്മൾ ഏറ്റവും ആദ്യം ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത അതേ കോഡ് തന്നെയാണ്. അതായത് ആ ഇൻഡെക്സ്ഡ് എക്സ്പ്രഷനിൽ കൊടുത്തിരിക്കുന്ന ടോട്ടൽ വിഡ്ത്ത് എന്താണോ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ഈ കിട്ടിയിരിക്കുന്ന ആ ഒരു ഇൻഡെക്സ്ഡ് സൈസ് എന്താണോ അത് പ്ലസ് L1.address ആണ് ഈ L.address എന്ന് പറയുന്നത്. അതായത് ഒരു അറേയുടെ ബേസ് പ്ലസ് അതിന്റെ ടോട്ടൽ ഇൻഡെക്സ്ഡ് സൈസ് എത്രയാണോ അതായിരിക്കും L.address എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഒരു അറേ റിഫറൻസിന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിന്റെ 3 അഡ്രസ് കോഡ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്.